യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ 19 അധ്യായം 33 34 വാക്യങ്ങൾ. യോഹന്നാൻ 19 33 34. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഒരു എല്ലുപോലും നുറുക്കപ്പെടാത്ത കുഞ്ഞാടായി കർത്താവിനെ അവതരിപ്പിക്കുന്നു. റോമൻ രീതി അനുസരിച്ച് ക്രൂശിക്കപ്പെട്ട ആള് കുരിശിൽ കിടന്ന് മരണപ്പെടുമ്പോൾ മൃത ശരീരം സംസ്കരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. അത് കാക്കകളും കഴുകന്മാരുമൊക്കെ തിന്ന് തീർക്കാനായി അവർക്ക് വിട്ടുകൊടുക്കും. യഹൂദരുടെ നിയമവും പതിവും വ്യത്യസ്തമായിരുന്നു. ഒരു കുറ്റക്കാരൻ മരത്തിൽ തൂക്കപ്പെട്ടാൽ സൂര്യൻ അസ്തമിക്കും മുൻപ് മൃതശരീരം സംസ്കരിക്കണമെന്നത് നിയമ അനുശാസനമായിരുന്നു. ആവർത്തന പുസ്തകം 21 അധ്യായത്തിന്റെ 22 23 ഒക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ക്രൂശീകരണ സന്ദർഭം അതിന്റെ ആരംഭം മുതൽ കൂടുതൽ പ്രാധാന്യം ഉള്ളതായിരുന്നു. കാരണം പെസഹായുടെ ശബത്ത് നാളാണ് പിറ്റേന്ന് എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. അത് വലിയ ശബത്താണ്. ഒരു പ്രകാരത്തിലും മൃതശരീരം മരത്തിൽ ഇരുന്നുകൂടാ. അതുകൊണ്ട് യഹൂദ നേതാക്കന്മാർ യേശുവിന്റെ മരണം ത്വരിതപ്പെടുത്താൻ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ചു. ക്രൂശിതരുടെ കാലുകൾ ഒരു ദണ്ഡുകൊണ്ട് തല്ലി ഒടിച്ചാണ് മരണം ത്വരിതപ്പെടുത്തിയിരുന്നത്. യേശുവിന്റെ കാര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നില്ല. ഈ കാര്യങ്ങൾ സംഭവ വിവരണങ്ങളിൽ യോഹന്നാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രത്യേക ദൈവശാസ്ത്ര ലക്ഷ്യത്തോടെയാണ്. ഒന്ന്, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരുടെ കാലുകൾ ഒടിച്ചു. ഒടിക്കാൻ യേശുവിന്റെ സമീപം എത്തിയപ്പോഴേക്കും യേശു പ്രാണനെ വെടിഞ്ഞിരുന്നത് കൊണ്ട് യേശുവിന്റെ കാലുകൾ അവർ ഒടിച്ചില്ല. പെസഹായ്ക്ക് യാഗാർപ്പണം നടത്തുന്ന ആട്ടിൻകുട്ടിയെക്കുറിച്ച് അതിന്റെ ഒരു എല്ലുപോലും ഒടിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് സംഖ്യാപുസ്തകം 9 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നിവൃത്തിയാവാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു. മരണത്തിൽ നിന്നും സ്വന്തം ജനത്തെ വിമോചിപ്പിക്കുന്ന പെസഹ കുഞ്ഞാട് യേശു ആണെന്ന് യോഹന്നാൻ പറയുന്നു. ഈ യാഗമൃഗം ഊനമില്ലാത്തത് തന്നെയാണ്. യേശു ക്രൂശിൽ മരിക്കുന്നതിന്റെ രക്ഷാകര മാനം ദൈവം തന്നെ വിഭാവന ചെയ്തതാണ്. ഒരു ചെറിയ അളവിൽ പോലും അത് മാറ്റിമറിക്കാൻ മനുഷ്യന് കഴിയില്ല. രണ്ടാമത്, ഒരു പടയാളി തന്റെ കുന്തം യേശുവിന്റെ വിലാവിലേക്ക് കുത്തി ഇറക്കിയതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. യേശു മരിച്ചുവെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ആ മുറിപ്പാടിലൂടെ രക്തവും വെള്ളവും പ്രവഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ നെഞ്ച് കുത്തിത്തുളച്ച ഈ സംഭവത്തിനും യോഹന്നാൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സക്കരിയാവ് 12 അധ്യായം 10 വചനത്തിന്റെ പൂർത്തീകരണമായി യോഹന്നാൻ അത് വ്യാഖ്യാനിക്കുന്നു. കുത്തിയവങ്കലേക്ക് അവർ നോക്കും എന്നതാണ് ആ പ്രവചനം. മൂന്നാമത്, ഈ രണ്ട് സംഭവങ്ങളും സുവിശേഷ വിവരണത്തിൽ യോഹന്നാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യേശു പൂർണ്ണമായി മനുഷ്യനായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായിരുന്നു യേശു. യേശുവിന്റെ വിലാവിൽ നിന്നൊഴിയ ജലരക്തങ്ങൾ പിൽക്കാലത്ത് സഭ കൗദാശിക ബന്ധത്തിൽ കാണാൻ ആരംഭിച്ചു. അങ്ങനെയാണ് വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുടെ കൗദാശിക അടിസ്ഥാനം നമ്മൾ സ്വീകരിച്ചത്. തിരുവത്താഴത്തിൽ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോൾ എല്ലാ ജനവും കാണുക വെള്ളവും വീഞ്ഞും ചേർത്ത്
കാസായിൽ വെക്കുന്നതിൻ്റെ ഒരു കൗതാശികാത്മകത അതാണ്. തേജസ്കരിക്കപ്പെട്ട യേശുവിൽ നിന്നാണ് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് എന്ന് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം എന്ന പ്രതീകം കൊണ്ട് സൂചിക്കപ്പെടുന്ന സ്നാനവും യേശുവിൻ്റെ രക്തം എന്ന പ്രതീകം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന തിരുവത്താഴവും ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള ദൈവത്തിൻ്റെ കൃപാദാനത്തിൻ്റെ സൂചകമാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വലിയ കൗതാശിക മാനം തൻ്റെ ദൈവശാസ്ത്ര ഭാഷാശൈലിയിലൂടെ യോഹന്നാൻ വരച്ച് കാണിക്കുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം അത് ഓരോ സംഭവവും ദൈവത്തിൻ്റെ പൂർണ്ണ കർത്തൃത്വത്തിലാണ് നിറവേറപ്പെട്ടത്. എല്ലുനുറങ്ങുന്ന വേദനകളിലൂടെ കടന്നുപോയിട്ടും ഒരെല്ല് പോലും ഒടിയാതിരുന്ന ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ മേലുള്ള ദിവ്യ സംരക്ഷണം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കുത്തിത്തുളച്ചവരും കർത്താവിലേക്ക് നോക്കുന്ന സന്ദർഭം വരുന്നുവെന്ന പ്രവാചക വാക്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് ക്രൂശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് കാൽവരിയുടെ മലമുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നുവെന്ന് അങ്ങയുടെ വചനത്തിലൂടെ വീണ്ടും ഗ്രഹിപ്പാനും ചിന്തിപ്പാനും വിവേചിപ്പാനും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായും സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും ആക്കി തീർക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണകളുടെ ബഹുത്വത്താൽ പുതിയ വർഷം അനുഗ്രഹകരമാക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.